നമസ്കാരം. മഹാകുംഭമേളയിൽ പോയെങ്കിലും കുളിക്കാൻ താല്പര്യം തോന്നിയില്ലെന്ന് ഫുട്ബോളർ CK വിനീത്. വലിയ സംഭവമാണെന്ന് വിചാരിച്ച് പോയിട്ട് PR വർക്ക് മാത്രമാണ് കണ്ടതെന്ന് CK വിനീത് വിമർശിച്ചു. വിനീതിന്റെ വിമർശനത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ എതിർപ്പുമായി രംഗത്ത് വന്നു. CK വിനീതിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: കുംഭമേള ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്. എൻ്റെ എക്സ്പീരിയൻസിൽ കുംഭമേള ഭയങ്കര സംഭവമല്ല, വലിയ ആൾക്കൂട്ടമാണത്. വിശ്വാസികൾക്ക് പലതും ചെയ്യാനുണ്ടാകും. ഇത്രയും വൃത്തികെട്ട വെള്ളമുള്ള ഇടത്ത് എനിക്ക് കുളിക്കാൻ താല്പര്യമില്ല. ചൊറി വന്നിട്ട് തിരിച്ചു വരാനും താല്പര്യമില്ല. കുംഭമേളയിൽ ഞാൻ കണ്ടത് ഒരു ഭാഗത്ത് നാഗസന്യാസിമാരെയും മറ്റൊരു ഭാഗത്ത് കുളിക്കാൻ വന്ന ജനങ്ങളെയും അവരുടെ ജീവിത രീതിയുമാണ്. മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് 40 കോടിയോളം ആളുകൾ വരുമെന്നറിഞ്ഞിട്ട് അവരെ ഉപജീവന മാർഗമാക്കിയവരാണ്. അവരാണ് എന്നെ ആകർഷിച്ചത്. ഇത്രയും ആളുകൾ വരാൻ വേണ്ടിയുള്ള PR വർക്ക് അവർ ചെയ്തിട്ടുണ്ട്. അവരെ ഉൾക്കൊള്ളാനുള്ള ഒരു സൗകര്യവും ചെയ്തിട്ടില്ല. വിശ്വാസികൾ ഞാൻ ഈ പറയുന്നത് എതിർക്കും. അവർ നരേന്ദ്രമോദി കി ജയ്, യോഗി കി ജയ് എന്നേ പറയൂ. അതേസമയം കുംഭമേളയ്ക്കെതിരെ വിമർശനം നടത്തിയ ഫുട്ബോളർ CK വിനീതിന് വിമർശനവുമായി ശ്രീജിത്ത് പണിക്കരും രംഗത്ത് വന്നു. കേന്ദ്ര സർക്കാർ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടതാണ് വിനീതിന്റെ പരിഹാസത്തിന് പിന്നിലെന്ന് ശ്രീജിത്ത് പരിഹസിച്ചു. വിനീത് ആമയിഴഞ്ചാൻ തോടിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് നന്നായിരിക്കുമെന്നും ശ്രീജിത്ത് കുറിച്ചു. ശ്രീജിത്ത് പണിക്കർ എഴുതിയത് ഇങ്ങനെ: കുംഭമേള വലിയ സംഭവമാണെന്ന് ഇൻസ്റ്റഗ്രാമിൽ പറഞ്ഞ ഒരു മുൻ ഫുട്ബോളർ ഒരു പരസ്യവേദിയിൽ വന്നിരുന്ന് പറയുന്നു. കുംഭമേള ഒരു വലിയ സംഭവമൊന്നുമല്ല എന്ന്, വെറും ആൾക്കൂട്ടം മാത്രമാണെന്ന്. വിശ്വാസമുള്ളവർക്ക് അവിടെ പോയി വേണമെങ്കിൽ അമൃത സ്നാനം ചെയ്യാവുന്നതാണത്രേ, അല്ലാതെ വേറൊന്നും അവിടെ ചെയ്യാനില്ലെന്ന്. സ്നാനത്തിനല്ലാതെ കുംഭമേള പിന്നെ എന്തിനുള്ളതാണ് ചേട്ടാ? വീഗാലാൻഡ് ആണെന്ന് കരുതിയാണോ ചേട്ടൻ അങ്ങോട്ടേക്ക് വണ്ടി കയറിയത്? ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ കയറിയ തളത്തിൽ ദിനേശിൻ്റെ ആരാണ് ചേട്ടാ അങ്ങ്? ചേട്ടൻ ബാക്കി പറയുന്നതെല്ലാം രാഷ്ട്രീയമാണ്. കേന്ദ്ര സർക്കാരിനെ കൊട്ടാൻ കിട്ടുന്ന അവസരമൊന്നും ചേട്ടൻ കളയാറില്ല. ഗംഗയിൽ മുങ്ങി ചൊറി പിടിക്കേണ്ടെന്ന് കരുതി ചേട്ടൻ അവിടെ മുങ്ങിയില്ല അത്രേ. എന്തായാലും കേന്ദ്ര സർക്കാർ ജോലി ഉണ്ടായിട്ടും അതിന് കൃത്യമായി പോകാതെ മുങ്ങി നടന്നതിൻ്റെ പേരിൽ സർവീസിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടതിൻ്റെ ചൊറി ചേട്ടൻ ഇതുവരെ മാറിയിട്ടില്ല. അഭയം കൊടുത്ത ഭൂതനെ പാടിപ്പുകഴ്ത്താൻ ചേട്ടന് മടിയുമില്ല. എന്തായാലും ഭൂതൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ആമയിഴഞ്ചാൻ തോടിനെക്കുറിച്ച് ചേട്ടൻ ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ചേട്ടൻ പറഞ്ഞ മാതിരി വെള്ളത്തിൽ മുങ്ങി ചൊറി പിടിക്കുകയല്ല. ജീവൻ നഷ്ടപ്പെട്ട മലയാളി ഉണ്ട് ചേട്ടാ ഇവിടെ. പേര് ജോയ്. കേരള സാർ, 100% ലിറ്ററസി സാർ. വിനീതിനെതിരെ വിമർശനവുമായി നിരവധി പേർ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വന്നിട്ടുണ്ട്. എന്തിനാണ് കുംഭമേളയിൽ പോയതെന്നാണ് ഇവർ ഉയർത്തുന്ന വിമർശനം. അതേസമയം കുംഭമേളയിൽ കുളിക്കുന്ന സ്ത്രീകളുടെ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുകയും ഇന്റർനെറ്റിൽ വിൽക്കുകയും ചെയ്തതിന് 2 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കെതിരെ ഉത്തർപ്രദേശ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. സ്ത്രീകൾ സ്നാനം ചെയ്യുന്നതിൻ്റെയും വസ്ത്രം മാറുന്നതിൻ്റെയും വീഡിയോകളായിരുന്നു അപ്ലോഡ് ചെയ്തിരുന്നത്. ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഉത്തർപ്രദേശ് പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിരുന്നു. ഇത്തരത്തിൽ വീഡിയോകൾ ചിത്രീകരിച്ച് വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും അറസ്റ്റ് ചെയ്യുമെന്ന് ഉത്തർപ്രദേശ് പോലീസ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഇതുവരെ 103 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മതസമ്മേളനമായ കുംഭമേളയിൽ സ്ത്രീകൾ കുളിക്കുന്നതിൻ്റെയും വസ്ത്രം മാറുന്നതിൻ്റെയും വീഡിയോകൾ ചില പ്ലാറ്റ്ഫോമുകൾ അപ്ലോഡ് ചെയ്യുന്നതായി UP സോഷ്യൽ മീഡിയ മോണിറ്ററിംഗ് സംഘം കണ്ടെത്തിയതായി പോലീസ് പ്രസ്താവനയിൽ പറഞ്ഞു.